أعوذ بالله من الشيطان الرجيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. ബറകല്ലാഹു ഫീക്കും. അർത്ഥം നമ്മുടെ സ്ക്രീനിലുണ്ട്. ആ രാജ്യക്കാർ വിശ്വസിക്കുകയും ആമനു അവർ വിശ്വസിക്കുകയും ചെയ്തു, വത്തഖൗ അവർ തഖ്വ പാലിക്കുകയും ചെയ്തു എങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തി മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുകൾ അല്ലാഹു ഇറക്കുമായിരുന്നു. അപ്പോൾ ബറക്കത്ത് എന്നാണ് പറയേണ്ടത്. ഞാൻ സാന്ദർഭമായി സൂചിപ്പിക്കുകയാണ്, പലരും ബർക്കത്ത് എന്നാ പറയുക, ബറക്കത്താണ് അല്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. പക്ഷെ അവരെന്ത് ചെയ്തു? അത് കള്ളത്തരമാക്കി, വ്യാജമാക്കി. അതിനാൽ അവർ പ്രവർത്തിച്ച് സമ്പാദിച്ചത് നിമിത്തം അവരെ നാം പിടിച്ച് ശിക്ഷിച്ചു. സുബ്ഹാനല്ലാഹ്, ശിക്ഷിച്ചു. ഏതാണ് ശിക്ഷ എന്നുള്ളത് അടുത്ത രണ്ടായത്തിൽ പറയുന്നു. വയനാട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ അടുത്ത ആയത്താണ് സംഭവിച്ചത് നമുക്ക് പറയാം. അടുത്ത ആയത്ത് നോക്കി. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. സുബ്ഹാനല്ലാഹ്, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് അത് അവിടെ അവതരിപ്പിച്ചു എന്നതാണ്. അഫ അമിന, നിങ്ങൾ നിർഭയനാണോ, അമ്നിലാണോ, നിർഭയൻ പേടില്ലാത്ത കോലത്തിൽ നിങ്ങൾ നിൽക്കുകയാണോ? അഹ്ലുൽ ഖുറ അയ്യഅതിയഹും ബഅസുന, എൻ്റെ പരീക്ഷണം വരുന്ന കാര്യത്തിൽ നിങ്ങൾ പേടില്ലാത്ത കോലത്തിലാണോ? എവിടേക്കാ? ബയാത്തൻ, വീട്ടിൻ്റെ അകത്തേക്ക്. സുബ്ഹാനല്ലാഹ്, ഒരു രാത്രി കൊണ്ട് വീട് എന്ന് പറയുന്ന വലിയ സ്വപ്നം എവിടെ? വീട് എവിടെ? ബയാത്തിന് ഒരു വീട്ടിന്റെ അകത്തേക്ക് പരീക്ഷണം വരൂല എന്ന കാര്യത്തിൽ ഇവർ നിർഭയനാണോ? എന്നിട്ട് ആ ആയത്തിന്റെ ലാസ്റ്റ് നോക്കി, വഹും നായിമുൻ, ഓര് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ഖുർആനിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹു നായിമുൻ, ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഓരോ വീട്ടിന്റെ അകത്തേക്ക് പരീക്ഷണം വന്നിട്ടില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ നിർഭയനാണോ? സുബ്ഹാനല്ലാഹ്, ഇതാണ് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം. എന്താണ് മെനയാന്ന് നടന്നതല്ല കഴിഞ്ഞ ആഴ്ച നടന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത് നേരെ പുലർന്നു എന്നതാണ്. അടുത്ത ആയത്ത് നോക്കി. കഴിഞ്ഞ ദിവസം ഈ രാത്രിയാണ് സംഭവിച്ചത് എങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് നമ്മൾ പേടില്ലാത്ത കോലത്തിലാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ആയത്ത് നോക്കി അടുത്തത്. അവഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ضحى وهم يلعبون. അല്ലാഹു അക്ബർ. നോക്കി, നിങ്ങൾക്ക് രാത്രി പരീക്ഷണം വന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പേടിയുണ്ടോ? പേടിയില്ലാത്ത അവസ്ഥയിലാണോ എന്നല്ല ചോദ്യം. അടുത്ത ചോദ്യതാണ് ലുഹൻ, ലുഹാ സമയം ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഈ വെയില് ഇങ്ങനെ ചൂടായി വരുന്ന ഒരു സമയം, നമ്മൾക്കൊക്കെ ലുഹ നിസ്കരിക്കുന്ന സന്ദർഭമാണ് അല്ലേ. ആ സന്ദർഭത്തിൽ വഹും യൽഅബുൻ, തമാശയിലും കളിയിലും വലിയൊരു ഗൗരവമില്ലാത്തൊരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ അള്ളാന്റെ പരീക്ഷണം വരൂല എന്ന കാര്യത്തിൽ നമ്മൾ നിർഭയനായി നിൽക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ആയത്ത്, 3 ആയത്തുകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആയത്തും ഈ കാര്യങ്ങളൊക്കെ എന്തിന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിലാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു ആയത്തുണ്ട്. സൂറത്തുൽ അറാഫിൽ കാണാം, ലഅല്ലഹും യർജിഊൻ. ഇതൊക്കെ കേട്ടിട്ട് സുബ്ഹാനല്ലാഹ്, ഭയങ്കര ആയത്ത്, എന്താണ് ഓത്ത്, ഭയങ്കര ആശയാണ് ഈ ആയത്തിലൂടെ പറയുന്നത്, സത്യമാണില്ലേ എന്നൊക്കെ ഭയങ്കര ഒരു എക്സാഗ്രേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ട് പറയാനല്ല. ലഅല്ലഹും യർജിഊൻ, ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ പരീക്ഷണങ്ങളെ കൊണ്ട് ഒരു തരത്തിലുള്ള കാര്യവും
നമ്മുടെ ഈമാനിൽ ലഭിക്കില്ല എന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്തത് ഈ 3 ആയത്തുകളും നമ്മൾ ഒരു വട്ടം ഓതാൻ പോവുകയാണ്. أعوذ بالله من الشيطان الرجيم. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أوأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون.